ഇരിട്ടി മട്ടന്നൂർ റോഡരികിൽ കീഴൂർക്കുന്നിൽ അബോധാവസ്ഥയിൽ കിടക്കുന്ന ഒരാളെ അർദ്ധരാത്രി ഇരിട്ടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച ഒരു ആംബുലൻസ് ഡ്രൈവറുണ്ട്. നരയമ്പാറ സ്വദേശി മുനീറാണ്. അദ്ദേഹത്തിൻ്റെ അനുഭവമാണ് ഇവിടെ അദ്ദേഹം നമ്മളോടൊപ്പം പങ്കുവെക്കുന്നത്. ഇന്നലെ എന്താണ് സംഭവിച്ചത്? ഇന്നലെ രാത്രി ഏതാണ്ട് ഒരു മണി കഴിയുമ്പം മാടത്തിലുള്ള ഒരാൾ എന്നെ ഫോൺ വിളിക്കുകയും പിന്നെ ഒരു ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ട്, അപ്പോൾ ഒന്ന് പെട്ടെന്ന് വണ്ടി വരണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ വണ്ടി കമ്പനി ടാറ്റ ഷോറൂമിൻ്റെ അടുക്ക വന്നിട്ട് ആളെ ചളി അപ്പുറൊരു ഓവുചാലിൽ വീണിട്ടുണ്ടായേ. അപ്പോൾ അയാളെ എടുത്ത് റോഡ് മേൽ വെച്ചിട്ടുണ്ട് കുറേ ആൾക്കാർ കൂടിയിട്ട്. അപ്പോൾ അതിനുശേഷം പിന്നെ അപ്പോഴത്തേക്ക് പോലീസും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൂടി എടുത്ത് എൻ്റെ വണ്ടിയിൽ കയറ്റി ഇരിട്ടി ഗവൺമെൻറ് ആശുപത്രിയിൽ കൊണ്ടുപോയി. ആശുപത്രിയിൽ കൊണ്ടുപോയ സമയത്ത് ഇവന് മേലെല്ലാം മൊത്തം വെള്ളവും ഓവുചാലിൽ വീണതുകൊണ്ട് ഇപ്പം ഡോക്ടർ ഡ്രസ്സ് മാറാതെ നോക്കാൻ വേണ്ടി പറ്റൂല എന്ന് തന്നെ പറഞ്ഞത്. അതിനുശേഷം കുറച്ച് സമയം നമ്മൾ അവിടെ നിന്നു. പിന്നെ എന്തെങ്കിലും മാർഗം ഉണ്ടോ നോക്കി, ഒന്നും മാർഗം ഉണ്ടായിട്ടില്ല. ലാസ്റ്റ് ഞാൻ ലുങ്കിയും ഷർട്ടും ആണ് ഇട്ടുകൊണ്ടിരുന്നത്. ഞാൻ എൻ്റെ ലുങ്കിയും എൻ്റെ ഷർട്ടും എടുത്ത് അയാളെ ധരിപ്പിച്ചതിന് ശേഷമാണ് ഡോക്ടർ രോഗിനെ നോക്കിയത്. ഞാൻ തന്നെയാണ് ഉള്ളത്. എൻ്റെ കൂടെ കുറച്ച് ആ സമയത്ത് ഉണ്ടായ ആൾക്കാർ എൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ. അപ്പോൾ അതിന് ശേഷം ആയിരുന്നു ഡോക്ടർ നോക്കിയത്. അതിന് ശേഷം പിന്നെ അവരെ ബൈസ്റ്റാൻഡർമാരും കാര്യങ്ങളും വന്നു. ഞാൻ നേരെ ഇങ്ങോട്ട് വന്നു. അതിലിടയ്ക്ക് പിന്നെ നിങ്ങൾ ആ സമയം വരെ നിങ്ങൾ തോർത്ത് മാത്രം കൊടുത്തിട്ടാണ്? ആ സമയം വരെ തോർത്ത് മാത്രം ഒരു മൂലക്കാട് ഇരുന്നു. നമുക്ക് ആ രോഗിയല്ലേ നോക്കണ്ടേ, നമ്മളെ ഡ്രസ്സല്ലല്ലോ. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ ഇങ്ങനെ നിന്നു. അപ്പോൾ അതിനുശേഷം എനിക്ക് ഇരിട്ടി പോലീസിനെ ഞാൻ വിളിച്ചിങ്ങനെ പറഞ്ഞു, ഇങ്ങനെ സംഭവമുണ്ട്, അപ്പം നീ അവിടെ നിൽക്ക്, നിങ്ങൾക്കൊരു ലുങ്കി കൊണ്ടുത്തരാൻ. എന്നിട്ട് എസ് ഐ സാറാന്ന് തോന്നുന്നു, അതെ. അപ്പോൾ നേരെ എനിക്ക് ഒരു ലുങ്കി കൊണ്ടെത്തുന്നതിന് ശേഷമാണ് ഞാൻ വീട്ടിലേക്ക് മടങ്ങിയത്. ഇത് ഇത്തരത്തിലുള്ളൊരു സംഭവം ആദ്യമായിട്ടാണ്? അങ്ങനെ അല്ല, ഇതിന് മുമ്പേ പിന്നെ എല്ലാം ഉണ്ടായിട്ടുണ്ട്. ഇതിന് മുമ്പേ ഇങ്ങനെ ഡോക്ടർ ഡ്രസ്സ് മാറാതുകൊണ്ട് നോക്കാതെ അങ്ങനത്തെ സംഭവം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ആക്സിഡൻ്റ് എല്ലാം പറ്റിയിട്ട് പിന്നെ പോകുമ്പോൾ ഞാൻ ഇതേപോലെ തന്നെ ചോരയിൽ മുങ്ങി കിടക്കുന്ന ആളുകളെ എടുത്തിട്ട് ചിലപ്പോൾ എൻ്റെ ലുങ്കിയും എൻ്റെ വണ്ടിയിൽ എന്നൊരു ലുങ്കി ഉണ്ടാവില്ലേ, അങ്ങനെ അതെല്ലാം എടുത്തു കൊടുത്തിട്ട് നിൽക്കലുണ്ട്. ചിലപ്പോൾ ഞാൻ ഷർട്ടില്ലാണ്ട് വന്നിട്ടുണ്ട്, ലുങ്കി ഇല്ലാണ്ട് ഷർട്ട് മാത്രം ഇട്ടിട്ട് തിരിച്ചിങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ അനുഭവങ്ങളുണ്ട്. പക്ഷേ ഇതൊരു വെള്ളം ചെളിയുണ്ട് എന്ന് പറഞ്ഞിട്ടാണോ ഈ അരമണിക്കൂർ സമയം നോക്കാതെ? ആ ചെളിയും വെള്ളമുണ്ട്, അങ്ങനെ മണക്കുന്നുമുണ്ട്. അപ്പോൾ പിന്നെ ഒരു അവസ്ഥയിൽ അന്നേരം അവിടെ മറ്റ് ആളുകളൊന്നുമില്ല? ഡോക്ടറല്ലാതെ അടുത്ത നേഴ്സുണ്ട്, പിന്നെ ടിക്കറ്റ് കൊണ്ടെടുക്കാനുള്ള ആളുണ്ട്, പിന്നെ ഒരുപാട് അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ ആക്സിഡൻറ്റ് കണ്ടിട്ട് അവിടെ ഹോസ്പിറ്റലിൽ എത്തിയവരുണ്ട്. അപ്പോൾ ഒരു രോഗീനെ ഇപ്പോൾ ചോരയൊക്കെ കുളിച്ചുകൊണ്ടായാലും ചോരയൊക്കെ കഴുകിയിട്ട് അങ്ങനെ ആംബുലൻസ് ഡ്രൈവറിന് ചെയ്തു കൊടുക്കേണ്ട ഒരു സംഭവമാണ്. ഇതൊരു സർക്കാർ ആശുപത്രിയല്ലേ? അതിനെപ്പറ്റി നമുക്ക് എന്നപ്പോൾ കൂടുതൽ പറയാൻ കഴിയും. അതല്ലോ അവരെ നമുക്കതിൻ്റെ നമ്മളെ അവിടെ എത്തിച്ചു, നമ്മളാളെ പിന്നെ ഓൾറെഡി അവിടെ എത്തിച്ചു. അവർക്ക് ഡ്രസ്സില്ല എന്ന് പറഞ്ഞു, ഡ്രസ്സ് ഉണ്ടെങ്കിലേ നോക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. പിന്നെ വേറെ മാർഗ്ഗമില്ല, എൻ്റെ ഷർട്ടും മുണ്ടും എൻ്റെ അയച്ചു കൊടുക്കലില്ലാണ്ട് വേറെ മാർഗ്ഗമില്ല. അത് അവിടെ നടന്നു. അതാണ്, ഡ്രസ്സ് ഉണ്ടെങ്കിൽ മാത്രം അതായത് വെള്ളവും ചെളിയൊക്കെ ഉള്ള ഒരു രോഗി അബോധാവസ്ഥയിൽ കിടക്കുന്ന ഒരു ആക്സിഡൻറ്റ് പറ്റി, അതായത് റോഡരികിൽ അബോധാവസ്ഥയിൽ ഒരു ഓവുചാലിൽ കിടക്കുന്ന ഒരാളെ എത്തിക്കുകയായിരുന്നു മുനീർ. അപ്പോഴാണ് അവരെ ഡ്രസ്സൊക്കെ മാറ്റിയാൽ മാത്രമേ നോക്കാൻ കഴിയൂ എന്നും അവിടെയുള്ള ഡോക്ടർ പറയുകയും തുടർന്നാണ് ഇദ്ദേഹത്തിൻ്റെ കുപ്പായവും അതുപോലെ തന്നെ ഇട്ട മുണ്ടും ഒക്കെ ഊരിക്കൊടുക്കുന്ന ഒരു സ്ഥിതിയുണ്ടായി. അപ്പോൾ ഇരട്ടിയിലുള്ള പോലീസുകാരെയാണ് സമ്മതിക്കേണ്ടത്. ഒരു പോലീസുകാരൻ്റെ മുണ്ടാണ് ഇദ്ദേഹത്തിന് ഉടുക്കാൻ കൊണ്ടുവന്നത്. ആ സമയം ഇദ്ദേഹം ഒരു തോർത്തുടുത്ത് ആശുപത്രി വരാന്തയിലൂടെ നടക്കുന്ന ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ നവമാധ്യമങ്ങളിലൂടെ കണ്ടുവരികയാണ്. എന്തായാലും ഇദ്ദേഹത്തെ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല. ഇദ്ദേഹം ചെയ്ത ഒരു മികച്ച പ്രവൃത്തിയാണ്. ഒപ്പം ആശുപത്രിയിൽ അധികരും ഇത്തരം സംഭവങ്ങളിൽ ഒരു കരുതൽ എടുക്കേണ്ടത് അനിവാര്യമാണ്. ഇരട്ടിയിൽ നിന്നും ഉന്മേഷ്.